ഏവർക്കും നമസ്കാരം. ശിവോഹത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേതൊരു കളക്റ്റീവ് അല്ലെങ്കിൽ കറണ്ട് എനർജി അപ്ഡേഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ മൂണിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കാനുള്ളത്. മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. എങ്കിൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടാതെ നമ്മുടെ ഒരു ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് കോച്ചിങ് അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് ഫെബ്രുവരി 24-ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പഴയ ഗ്രൂപ്പിലൊക്കെ പങ്കെടുത്തവർക്ക് അറിയാം, ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓരോരുത്തർക്കും ചെറിയ ഫീസ് മാത്രമേ വരുന്നുള്ളൂ. 777 രൂപയാണ് വരുന്നത്. നിങ്ങൾക്ക് പലതരത്തിലുള്ള ടോക്സിക് അറ്റാച്ച്മെൻറ്റ്, ചില ബ്രേക്കപ്പ് ഇഷ്യൂസ്, ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള അതിൻ്റെ വിക്ടിം മെൻറ്റാലിറ്റിയിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ജോയിൻ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്ത് പുറത്ത് കടന്ന് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് കാണിച്ച് പുതിയ റിലേഷൻഷിപ്പ്, നല്ല റിലേഷൻഷിപ്പിലേക്ക് കടക്കാനും ലൈഫിൽ ഒരുപാട് നല്ല ഫ്രണ്ട്ഷിപ്പ് പോലുള്ള കാര്യങ്ങൾ, സോൾമേറ്റ് എനർജിയൊക്കെ അട്രാക്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോച്ചിങ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് പങ്കെടുക്കാവുന്നതാണ്. 777 രൂപയാണ് വരുന്നത്. ഫെബ്രുവരി 24-നാണ് തുടങ്ങുന്നത് കേട്ടോ. 11 ദിവസത്തേക്കാണിത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഇൻഫോം ചെയ്യണം തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ അടുത്ത് വരുന്ന ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഫുൾ മൂണിൻ്റെ എനർജി ഏകദേശം എൻഡ് ചെയ്യാറാവാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫുൾ മൂൺ വളരെ പവർഫുള്ളായിട്ടുള്ള അവസ്ഥയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അനുഭവിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഫിസിക്കൽ കർമ്മ അടക്കം റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കണ്ട് വന്നത്. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള ടോക്സിക് പാറ്റേണിൽ നിന്ന് നിങ്ങൾ പതിയെ പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ചില തയ്യാറെടുപ്പുകൾ, കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും ഈ ഒരു സമയം കൊണ്ട്. ഓക്കെ, അപ്പം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സമയം എനർജി വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം നമുക്ക് 222 പോർട്ടൽ ഓപ്പണായിട്ട് വരാൻ ഇരിക്കുന്നതാണ്. 22-ാം തീയതി 21 ആ ഒരു റേഞ്ചിൽ ഈ പോർട്ടൽ ഓപ്പൺ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും മാനിഫെസ്റ്റേഷൻ, ന്യൂമറോളജി പ്രകാരം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിക്കുന്ന ഒരു പോർട്ടലാണിത്. മാനിഫെസ്റ്റേഷൻ, അൺലോക്ക് യുവർ പൊട്ടൻഷ്യൽ, പിന്നെ നിങ്ങൾ റിയാലിറ്റിയിലേക്ക് പൂർണ്ണമായിട്ടും എൻ്റർ ചെയ്യുന്നൊരവസ്ഥ, സെൽഫ് റിയലൈസേഷനിലേക്കുള്ളൊരു യാത്ര, അതൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ട്വിൻ ഫ്ലെയിംസിനൊക്കെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഒരു റീയൂണിയൻ പോസിബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഇന്നർ ഹാർമണി കാര്യങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. സോ നിങ്ങൾ പഴയ ടോക്സിക് പാറ്റേണിൽ നിന്ന് പൂർണ്ണമായിട്ടും ഹീൽ ചെയ്ത് പുറത്തിറങ്ങാം ഈ ഒരു സമയത്ത്. അതായത് നിങ്ങൾക്ക് എവിടെയൊക്കെയോ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ്, പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ DFനെ സംബന്ധിച്ചിട്ട് ഇതൊരു വലിയൊരു കാർമിക് സൈക്കിൾ തന്നെ എൻഡ് ചെയ്ത് വരികയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി കണക്ഷൻസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, പ്രശ്നങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും മറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഹീൽ ചെയ്ത് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു ഡിവൈൻ യൂണിയനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. കാരണം ഡിവൈൻ യൂണിയൻ എന്ന് പറയുമ്പോൾ ഒരു യൂണിവേഴ്സൽ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ അലൈൻ ആവുന്ന പ്രോസസ്സാണ്. സോ ഒരുപാട് നല്ല കാര്യങ്ങൾ, മാനിഫെസ്റ്റേഷൻസ്, അബൻഡൻസ് ഒക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ചില നെഗറ്റീവായിട്ടുള്ള പാറ്റേണിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മാത്രമല്ല, ഇതൊരു സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം സബ് കോൺഷ്യസ് മൈൻഡ് പ്രകാരം നിങ്ങൾ പല കാര്യങ്ങളും, ചില കാര്യങ്ങളെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നു. നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന നല്ല കാര്യങ്ങളെ നിങ്ങൾ പലപ്പോഴും ബ്ലോക്ക് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ DFനെ സംബന്ധിച്ചിട്ട് ഒരുപാട് സ്പിരിച്വൽ ഗ്രോത്ത്, അബൻഡൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു 222 പോർട്ടൽ ഓപ്പൺ ആവുന്നതോടുകൂടി ലൈഫിൽ വലിയൊരു മേജർ ചേഞ്ചസ് വരാനിരിക്കുന്ന സാധ്യതകൾ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പലപ്പോഴും ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ എല്ലാവർക്കും റെസൊനേറ്റ് ആവുന്നതല്ല, ഇത് കളക്റ്റീവായിട്ടുള്ള കാര്യമാണ്. സോ വ്യത്യാസപ്പെടാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് നമ്മൾ ജനുവരി കണ്ടു, കംപ്ലീറ്റ്ലി ഹീലിംഗ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പം ഫെബ്രുവരിയും ഓൾമോസ്റ്റ് നമുക്ക് ഹീലിംഗ് തന്നെയാണ് കാണുന്നത്. പക്ഷേ റിയാലിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ മാർച്ച് വരുന്നത് നിങ്ങൾ ചക്ര സിസ്റ്റം ഓൾമോസ്റ്റ് പൂർണ്ണമായിട്ടും അവീക്കണായിട്ട് വരുന്നൊരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർച്ച് എന്ന് പറയുന്നത് നിങ്ങൾ ലെസൺസ് പഠിച്ചെടുത്ത് ലൈഫിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു സമയമാണ്. പാസ്റ്റ് ട്രോമയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് ഇറങ്ങേണ്ട ഒരു ടൈമാണ്. ഓക്കെ, അപ്പോൾ പാസ്റ്റ് സംബന്ധമായിട്ട് നിങ്ങളുടെ ലൈഫിലും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു ഗോഡസ് എനർജിയിലേക്ക് കയറുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് മിക്കവരുടെയും എനർജി കാണുന്നത്. ഓക്കെ, ഒരു ഗോഡസ് എനർജി എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഡിവൈൻ ഫെമിനൈൻ അവേക്കണിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, അതായത് നമ്മളൊരു ബോർഡറിലാണ് നിൽക്കുന്നത് ഇപ്പോൾ. ഓക്കെ,
അപ്പോൾ ഈ ഒരു ഫുൾ മൂണിന് ശേഷം നിങ്ങൾ പൂർണ്ണമായിട്ടും ഡിറ്റോക്സ്, അതായത് ഓൾഡ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് ഇമോഷണൽ വൂൺസ് പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇമോഷൻസ്, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി വെക്കുക, അല്ലെങ്കിൽ അത് സ്വന്തം അതിനെ റെസിസ്റ്റ് ചെയ്യാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ അനുഭവിച്ച് അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻസ് പ്രാക്ടീസസ്, ഗ്രൗണ്ടിങ് ടെക്നിക്സ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്പായിട്ട് വരും. ഓക്കെ, ഗ്രൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുക. എനർജി ഓവർവെൽമിംഗ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, എനർജി വേസ്റ്റ് ചെയ്യുന്നുണ്ട് എവിടേക്കോ നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പം ആളുകൾ, സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ്, കാര്യങ്ങളെല്ലാം നിങ്ങളുടെ എനർജി ചിലപ്പോൾ വേസ്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. സോ എനർജി നിങ്ങളിലേക്ക് പരമാവധി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാം. എനർജി നിങ്ങളിലേക്ക് തന്നെ ഒതുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പം മാർച്ച് അല്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റോട് കൂടി പുതിയ ഒരു DNA അപ്ഗ്രഡേഷൻ പുതിയൊരു ഡിവൈൻ ലൈറ്റ് കോഡാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, മെൻ്റൽ ക്ലാരിറ്റിയിലേക്ക് കണക്ട് ചെയ്യാനുള്ളൊരു ടൈമാണ്. സോ ഫെമനൈൻ മാസ്കുലൈൻ ക്രിസ്റ്റ്, ഓക്കെ, ഒരു ലൈറ്റ് കോഡാണ് ആക്ടിവേഷൻ ആവാൻ പോകുന്നത്. ഏകദേശം മാർച്ചോട് കൂടി പൂർണ്ണമായിട്ടും ഒരു ഫെമനൈൻ മാസ്കുലൈൻ ക്രിസ്റ്റ് അവേക്കണിങ്സ് കാണാൻ സാധിക്കുന്നു. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഇതിന് അനുകൂലമായിട്ടുള്ള എനർജികൾ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ മാറ്റം അല്ലെങ്കിൽ മാറ്റത്തിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്. ഓക്കെ, അപ്പോൾ പലപ്പോഴും ഫീൽ ചെയ്യുന്ന ആ ഒരു, അതായത് നമുക്ക് പലപ്പോഴും ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഇമോഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവുമില്ലേ? ഈ അപ്പ് ആൻഡ് ഡൗൺ ഇമോഷനിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തൊക്കെയോ ഇൻസെക്യൂരിറ്റീസ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഈ ഇമോഷൻസ്, തോട്ട് പാറ്റേൺസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഇൻസെക്യൂരിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ കണ്ടുപിടിച്ച് അനലൈസ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാണ് വേണ്ടത്. ഈ ഒരു സമയത്ത് ജഡ്ജിങ് മെൻറ്റാലിറ്റി നിങ്ങൾക്ക് ടോക്സിക് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, മറ്റുള്ളവരുടെ സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തരുന്ന ആൾക്കാരിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കാൻ ശ്രമിക്കുക. മൂവ് ഓൺ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ ജഡ്ജ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ പ്രൊജക്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു മിററിംഗ് ആയിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ അവരിലേക്ക് ഫോക്കസ് ചെയ്യാതെ, അപ്പോൾ എന്ത് ഇഷ്യൂ ആയിക്കോട്ടെ, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരിലേക്ക് ഫോക്കസ് ചെയ്ത് അവരെ ജഡ്ജ് ചെയ്യുന്നതിന് പകരം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മളിലേക്ക് ഒതുങ്ങി മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒതുങ്ങുക എന്ന് പറയുമ്പോൾ ഐസൊലേറ്റ് ചെയ്യുക എന്നല്ല പ്രതീക്ഷിച്ചത്. അപ്പോൾ അത്തരം ആൾക്കാരിൽ നിന്ന് പൂർണ്ണമായിട്ടും ബ്രേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് നമുക്ക് ഈ അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് വരുന്നത്, ടോക്സിക് ആയിട്ടുള്ള അവസ്ഥകൾ വരുന്നത്, സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക. ഓക്കെ, വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. കാരണം വളരെ സ്ലോ ആയി നമ്മൾ ഓരോ കാര്യങ്ങൾ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോയതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. അൺകോൺഷ്യസ് മൈൻഡിലിരിക്കുന്ന പല ഇമോഷൻസും ഒരു 1 വീക്കിനുള്ളിൽ എല്ലാം കൂടി കുറച്ചൊന്നും സർഫസിലേക്ക് വരാൻ സാധ്യതയുണ്ട്. വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും കാര്യമായിട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ട് പാറ്റേൺസിനെ, ചിന്തകളെ, ഇമോഷൻസിനെ എല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 2025 ഒരു ന്യൂ എർത്ത് വൈബ്രേഷനാണ് കൂടുതലായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂ എർത്ത് വൈബ്രേഷൻ്റെ. അത് എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ആണ് നമ്മളെ പ്രപഞ്ചം ഇത്രയും ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരുന്നത്. നമ്മളെ റീപ്രോഗ്രാം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കാരണം ഇപ്പോൾ കലിയുഗ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എർത്തിൻ്റെ വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്യേണ്ടത് നമ്മളെപ്പോലുള്ള അവേക്കണിങ് സംഭവിച്ച വ്യക്തികളാണ്. സോ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നമ്മുടെ ചിന്തകൾ പോലും പ്രപഞ്ചത്തിലേക്ക് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഒരു ഹൈ ഫ്രീക്വൻസിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ലോ ഫ്രീക്വൻസിയാണ് നമ്മുടെ ജഡ്ജിങ് മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ്, പൊസസീവ്നെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ടോക്സിക് അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ലോവർ വൈബ്രേഷനാണ്. ഇത് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. ഇത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണം, മാറണം എന്നുള്ളൊരു സൂചന തരുന്നതുകൊണ്ടാണ് നമുക്ക് പെയിൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വലിയൊരു മാറ്റം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കാർഡുകളും അത് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ.